സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോഡൈനാമിക്സോട് ബന്ധപ്പെട്ടാണ്. ടിഫർ 2024 ഫിസിക്സ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം വെച്ചാൽ തിൻ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ ഹാസ് എ കോൺസ്റ്റൻറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ദിസ് ഷെൽ ഈസ് കട്ട് സിമെട്രിക്കലി ഇൻറ്റു 2 പീസസ്. വാട്ട് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 ഹാഫ്സ്? അപ്പോൾ നമുക്ക് ഒരു തിൻ സ്പെറിക്കൽ ഷെൽ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നിരിക്കട്ടെ. ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു ഭാഗം ഇതാന്നിരിക്കട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ബിറ്റ്വീൻ ദ 2 ഹാഫ്സ്, ഈ രണ്ട് ഹാഫ്സിന് ഇടയ്ക്കുള്ള ഈ പോർഷനിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അപ്പോൾ ഇത്രയും പണ്ടിൻ്റെ ഏരിയ എത്രയാണ്? πr² അല്ലേ? അപ്പം യൂണിഫോംലൈസ് ചാർജ് വിത്ത് സർഫസ് ചാർജ് സിഗ്മയാണ് അല്ലേ? നമുക്കിതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാം. ഈ ഭാഗത്ത് സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് കാണാം. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലിൽ നിന്ന് തീറ്റ ആംഗിളിൽ ഒരു എലമെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഡി തീറ്റ, ഈ എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ സ്മോൾ ഡി എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഭാഗത്ത് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. സിമെട്രിക്കൽ ഓപ്പോസിറ്റ് പാർട്ട് കൊണ്ട് ഇങ്ങോട്ട് അല്ലേ? അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ 2e cos തീറ്റ ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി ഹൊറിസോണ്ടൽ കമ്പൗണ്ട്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2e cos തീറ്റ ആയിരിക്കും അല്ലേ? സെൻട്രൽ. അപ്പോൾ 2 × 1/4πε0 ഇൻറ്റഗ്രൽ സിഗ്മ ഡി എ ബൈ r². ഇത് ആറാണല്ലോ, റേഡിയസ് ആറാണ്, ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയും അല്ലേ? അപ്പോൾ 2 സിഗ്മ ബൈ 4πε0 r². ഡി എന്ന് പറയുന്നത് എന്താണ്? r² സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഇൻറ്റു കോസ് തീറ്റ അല്ലേ? അപ്പം സിഗ്മ ബൈ 2πε0 0 to π/2 4 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? ഡി തീറ്റ ദെൻ 0 to 2π for d5. ഇപ്പോൾ d5യുടെ ഒരു 2π വരും. അപ്പോൾ സിഗ്മ ബൈ 2πε0 ഇൻറ്റു ഇതിൻ്റെ 2π ഇൻറ്റു 0 to π/2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും അല്ലേ? അപ്പം സിഗ്മ ബൈ 2ε0 ഉണ്ട്. ഞാൻ ആ 2 അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. ഉള്ളു സിഗ്മ ബൈ 2ε0 ഇൻറ്റു 0 to π/2 സൈൻ 2 തീറ്റ ഡി തീറ്റ ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 ഇൻറ്റു മൈനസ് ഇതിനെ കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം, 0 to π/2 അല്ലേ? മൈനസ് സിഗ്മ ബൈ 2ε0 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഇതിനെ -1 എന്ന് എഴുതാം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്മ ബൈ 2ε0 എന്നാണ്. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ് അല്ലേ? ഫോഴ്സ് QE ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു ക്യൂവിനെ എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ Q/A ആണ്. അപ്പം ആ ഏരിയ ബിറ്റ്വീൻ ദ 2 ഹാഫ്സിലുള്ള ഏരിയ ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? Q ഈക്വൽ സിഗ്മ ഇൻറ്റു πr² ഏരിയ ആണ്. അപ്പം സിഗ്മ ഇൻറ്റു πr² ഇൻറ്റു ഇതെത്രയാണ്? സിഗ്മ ബൈ 2ε0. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ² πr² ബൈ 2ε0. അതായത് π/2 ഇൻറ്റു സിഗ്മ² r² ബൈ ε0. ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ടോ? ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. നല്ലോണം റിസോൾവ് ചെയ്യാനൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 ഹാഫ്സിലുള്ള. ഓക്കെ, താങ്ക് യു.